ഒരു നവംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ മൂഡ് ഭയങ്കര ലോ ആവാണ്. പെട്ടെന്ന് സങ്കടം വരികയാണ്, കരച്ചിൽ വരികയാണ്. മുന്നേ എൻജോയ് ചെയ്ത കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഒന്നിനൊരു താല്പര്യമില്ല. വളരെ ഈസിയായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം ചെയ്യാൻ ബുദ്ധിമുട്ടാവാണ്. ജോലിക്ക് പോകാൻ തോന്നില്ല, പഠിക്കാൻ തോന്നണില്ല, ഉറക്കത്തിൻ്റെ പാറ്റേണുകൾ മാറി മാറി വരികയാണ്. ഇത് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മൂഡ് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് യൂഷ്വലി സൺലൈറ്റ് കുറയുമ്പോഴാണ് ഉണ്ടാവുക. അത് വിൻ്റർ ആവാം, ചിലപ്പോൾ മൺസൂൺസിലും കാണാറുണ്ട്. നമ്മളുടെ നാട്ടിലൊക്കെ അത്ര ഒരു സ്ട്രോങ് വിൻ്റർ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെയും ഇത് കാണാറുണ്ട്. ഇത് ബ്രെയിനിലുള്ള കെമിക്കൽസിൻ്റെ ഇംബാലൻസ് ആണ്. ഇത് കൂടാതെ സ്ഥിരമായി ഈ ഡിപ്രഷനൊക്കെ ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ മൂഡ് ഡിസോർഡറൊക്കെ ട്രീറ്റ് ചെയ്ത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു മാസം ആകുമ്പോൾ ചിലപ്പോൾ ഒരു വേഴ്സണിങ്ങും കാണാറുണ്ട്. അപ്പോൾ ഇത് ബ്രെയിനിലെ കെമിക്കൽ ഇംബാലൻസ് ആണ്. അത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ചിലപ്പോൾ വളരെ ഹോപ്പ്ലെസ്സായി ആത്മഹത്യ പ്രവണതകളും ആത്മഹത്യ ചിന്തകളൊക്കെ വന്നെന്ന് വരാം. ഇത് നിങ്ങൾ നന്നായിട്ട് സൺലൈറ്റിന് എക്സ്പോസ്ഡ് ആവണം. ഇനി സൺലൈറ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഉള്ളതെങ്കിൽ വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റേഷൻസ് ഒക്കെ എടുക്കണം. ഇത് കൂടാതെ നിങ്ങളൊരു എക്സ്പേർട്ട് ഹെൽപ്പ് എടുക്കണം. ഈ ബ്രെയിനിലെ കെമിക്കൽസ് ബാലൻസ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് കൃത്യമായി ട്രീറ്റ് ചെയ്താൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്.